ഹായ് ആൾ, ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2വിൻ്റെ നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിരിക്കുകയാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റി ഉള്ള, അതായത് ധാരാളം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഈ മേഖലയിൽ നിന്നുള്ളവർക്ക് ആരോഗ്യ വകുപ്പിലേക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തസ്തികയാണ് ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1/2025 അതായത് ജനുവരി മാസം 1 വരെയാണ് ഇതിനുള്ള അവസാനത്തെ ഡേറ്റ്. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം, മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, അതായത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്കാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്കായിരിക്കും ഇവിടെ നിയമനം നടക്കാൻ പോകുന്നത് എന്ന് എടുത്തു ഓർക്കേണ്ടതാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നമുക്ക് ക്വിക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ PSCയിലൊക്കെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലകത്തേക്ക് പോയി ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. OTP വന്നോടം കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് കാറ്റഗറി നമ്പർ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 426/2024 426/2024 എന്നുള്ളതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ മാത്രം ഒന്നുകൂടി രജിസ്റ്റർ ചെയ്ത് ഒന്നേന്ന് ചെയ്യണം. അല്ലെങ്കിൽ PSCക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ടെൻഷനും ഇല്ല. കയറുക, OTP വെച്ച് കയറി നിങ്ങൾ ഫില്ല് ചെയ്ത് അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്വിക്ക് അപ്ലൈയിൽ കയറി നമ്പർ കൊടുക്കാമെങ്കിൽ ഈ തസ്തിക തന്നെ വരും. അപ്ലൈ നോ കൊടുത്താൽ ഉടനെ നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഒരുപാടുമില്ല, കണ്ണടച്ചു തുടങ്ങുന്ന വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ പഠനം തുടങ്ങാം. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെന്റ്, ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. ഇനിയും ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഗ്രേഡ് 2വിലാണ് നിങ്ങൾ നിയമിതരാകുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,600, 75,400, നല്ല സാലറി സ്കെയിലുള്ള ഒരു തസ്തികയാണ്. മാത്രമല്ല ഇതിന് പ്രൊമോഷൻ കിട്ടി നിങ്ങൾ അടുത്ത ഗ്രേഡിലേക്ക് കയറുമ്പോൾ വീണ്ടും സാലറി സ്കെയിൽ മാറുമെന്ന് കൂടി ഓർക്കണം. അതായത് നല്ല സാലറി കിട്ടുന്ന ഒരു തസ്തികയാണ്. ഇനിയും നിലവിലെ വേക്കൻസി, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 26 വേക്കൻസി ഉണ്ട് ഈ തസ്തികയ്ക്ക്. അതായത് നിങ്ങൾ എഴുതി ആദ്യത്തെ റാങ്കിൽ വരുന്നവർക്ക് ഉടൻ തന്നെ നിയമനം കിട്ടും എന്ന് മാത്രവുമല്ല, ഈ ഒരു വേക്കൻസി ഉയരും. 26 വേക്കൻസി ആയിട്ടൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാമിനേഷൻ വന്ന് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കിന് 26 എന്നുള്ള വേക്കൻസി തന്നെ കൂടും. അത് കൂടാതെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇരിക്കുമ്പോൾ എത്ര വരെ നമുക്ക് പോകുമെന്ന് കണക്ക് കൂട്ടാവുന്നതാണ്. മാത്രമല്ല മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ധാരാളം മെഡിക്കൽ കോളേജുകളുടെയൊക്കെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും. ഇനിയും ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനിയും ഇതിന്റെ പ്രായപരിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് PSC നൽകിയിട്ടുണ്ട്. 2/1/1987 മുതൽ 1/1/2006 വരെ ജനിച്ചവർക്ക്, ഈ ഒരു കാലയളവിനുള്ളിൽ ജനിച്ചവർക്കാണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നത്. ഇതിൽ OBCക്കും SC/STക്കും പിന്നീട് ബാക്കി വിഭാഗങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പ്രായപരിധി ഇളവും ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പാസ് ഇൻ ദ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ ദ സയൻസ്, പാസ് ഇൻ ദ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ്, പാസ് ഇൻ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ B ഗ്രേഡ് ഇൻ സയൻസ്, പാസ് ഇൻ എനി ഈക്വലന്റ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് +2, നമ്മുടെ സയൻസിൽ +2ന് തതുല്യമായിട്ടുള്ള യോഗ്യതകൾ തന്നെയാണ് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാലയളവ് 87 മുതൽ ഇങ്ങോട്ടുള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേമുകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ എല്ലാ ഇക്വലൻസിയും എന്ത് ചെയ്യുന്നുണ്ട്, PSC അംഗീകരിക്കുന്നുണ്ട്. ഇനിയും ഇത് കൂടാതെ അടുത്തൊരു കാറ്റഗറി, രണ്ടാമത്തെ ഒരു യോഗ്യത കൂടി വേണം. അതെന്താണ്, പാസ് ഇൻ മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി കോഴ്സ്, MLT പാസ്സായിരിക്കണം. അത് മെഡിക്കൽ കോളേജസ് ഓഫ് കേരള ഓർ എനി അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അതായത് കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്നതിന് തതുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ഇത് നിങ്ങൾ നേടിയിരിക്കണം. അതായത് MLTക്ക് മുകളിലോട്ടുള്ള എല്ലാ യോഗ്യതകളും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. മിനിമം യോഗ്യതയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് MLT നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലുള്ളത് നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതാണ് MLTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് PSC പറഞ്ഞിരിക്കുന്നത്. അതായത് PSCക്ക് ഇക്വലൻസി നിങ്ങൾ വാങ്ങിയാൽ മതി. മറ്റെവിടെന്നെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മൾ ഈ പോസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഈ പോസ്റ്റിൽ
അവസാനം വന്ന ഈ പോസ്റ്റിലെ നിയമനങ്ങളാണ്. ടോട്ടൽ അഡ്വൈസസ് എത്ര എണ്ണം പോയി നോക്കുമ്പോൾ 297 എണ്ണം പോയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 297 വേക്കൻസികൾ 14/12/2023 വരെ ആയിരുന്നു ഇതിന്റെ കാലാവധി. അന്ന് വരെ ഇത് നൽകിയതായിട്ട് കാണുന്നുണ്ട്. 297 വേക്കൻസി. അതിന് തതുല്യമായിട്ടുള്ളൊരു നിയമനം തന്നെ എന്തിലും ഉണ്ടാകും, ഈ ഒരു തസ്തികയിലും ഉണ്ടാകും എന്ന് തന്നെ കരുതണം. കാരണം എല്ലാ വർഷങ്ങളിലും റിട്ടയർമെന്റ് വരുന്നുണ്ട്, പുതിയ പുതിയ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ OBCക്ക് 334 റാങ്കിലും ഓപ്പൺ കാറ്റഗറിക്ക് 246 റാങ്കിൽ നിന്നും ഈഴവയ്ക്ക് 254 റാങ്കിൽ നിന്നും SC/ST കമ്മ്യൂണിറ്റിക്ക് SCക്ക് സപ്ലിമെന്ററി ലിസ്റ്റ് 17 നിന്നും STക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 11 നിന്നും മുസ്ലിമിൽ നിന്ന് 272 നിന്നും വരെ അഡ്വൈസ് കൊടുത്തതായിട്ട് PSCയുടെ രേഖകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നമുക്ക് എല്ലാവരുടെയും, നിങ്ങൾ പല കാറ്റഗറിയിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് ഏത് തലത്തിലേക്ക് എത്തണം എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് തലത്തിൽ പഠിക്കണം എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഡേറ്റ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എപ്പോഴും എന്തായിരിക്കും, OC കാറ്റഗറിയിൽ ടോപ്പിൽ എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു തസ്തിക കൂടിയുണ്ട്. ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ജില്ലാ തലത്തിലൊരു അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 435/2024 രണ്ടും 2 എന്ന് ഓർത്ത് വേണം നിങ്ങളിത് ചെയ്യുവാൻ വേണ്ടത്. ഇനിയും ഇതിന്റെയും പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 ഇതിൽ ഡിസ്ട്രിക്ട് ബേസ് വേക്കൻസിയാണ്. നിലവിൽ വയനാട്ടിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. യോഗ്യതയുള്ള നിങ്ങൾക്ക് 2ലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജില്ലയിൽ അവിടെ ജോലി ചെയ്യേണ്ടി വരും, ആ ജില്ലയിലേക്ക് വേണ്ടി വരും. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതുകൂടി ഓർത്തിരിക്കണം, രണ്ടും കൂടി തെറ്റിപ്പോകരുത്. അപ്പൊ അതുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 36 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1988 മുതൽ 1/1/2006 ജനിച്ചവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിയമാനുസൃതമായ ഏജ് അളവ് SC, ST, OBC മറ്റേതെങ്കിലും തരത്തിലുള്ള സംവരണമുള്ളവർക്കും ലഭിക്കുന്നതായിരിക്കും. ഓർത്തിരിക്കുക, ഈ ഒരു കാറ്റഗറി നമ്പർ 435/2024. ഇത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. സാലറി സ്കെയിൽ ഏതാണ്ട് സെയിം തന്നെ 35,600 മുതൽ 75,400 വരെയാണ്. ഇതിന്റെയും പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഇതിന്റെ യോഗ്യത മേൽ പറഞ്ഞത് തന്നെയാണ്. അതായത് പാസ് ഇൻ ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രി വിത്ത് സയൻസ് സബ്ജക്ട് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് എന്നുള്ളതാണ്. പാസ് ഇൻ മെഡിക്കൽ ലാബറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് കണ്ടക്ടഡ് ബൈ ദ മെഡിക്കൽ കോളേജസ് ഇൻ ദ കേരള ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ക്രൈറ്റീരിയ. രണ്ടിന്റെയും യോഗ്യതകൾ ഒന്ന് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് 2 പേർക്കും 2 തസ്തികയിലേക്ക് ഒരാൾക്ക് തന്നെ അപേക്ഷിക്കാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടും 2ആണ്. ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും മറ്റൊന്ന് ജില്ലാ ബേസിൽ, അതായത് ഡിസ്ട്രിക്ട് ബേസിൽ വയനാടിന് വേണ്ടി മാത്രം നടക്കുന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തസ്തികയാണ്. ഇനിയും ഇതിന് ഇക്വലൻസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഉണ്ടായിരിക്കണം. BSc MLT അതിന് ഉയർന്ന യോഗ്യതയാണ്. അതുള്ളവർക്ക് MSc MLT ഉള്ളവർക്കും ഒക്കെ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും പറയാനുള്ളത് കോഴ്സിനെ പറ്റിയാണ്. ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏണസ്റ്റ് അക്കാഡമി ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കോഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് കോഴ്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കോഴ്സ് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഈ കോഴ്സ് ഉള്ളവരൊക്കെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ലഭിക്കുകയാണ്. നമ്മുടെ കോഴ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. മാത്രവുമല്ല പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ കെയർ കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ തരും. നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും ലൈവായിട്ട് തന്നെ ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. പോരാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതുവഴി നിങ്ങളുടെ എല്ലാ ഗ്രീവൻസസും നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. മാത്രമല്ല മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം മേഖലകളിൽ ധാരാളം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ തന്നെയായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് തന്നെയാണ്. ഇനിയും ഈ ഒരു ഇമേജ് ഞങ്ങൾ കാണിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ തുടങ്ങി വെച്ച കുറച്ചധികം കോഴ്സുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിരിക്കുന്ന റാങ്ക് ജേതാക്കളാണ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 1ാം റാങ്ക് തന്നെ ധാരാളം നേടിയിട്ടുണ്ട്, 2ാം റാങ്ക് തന്നെ ധാരാളം നേടിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1, 2 റാങ്ക് എന്നതിലുപരി PSC പബ്ലിഷ് ചെയ്യുന്ന പരീക്ഷയിലെ 50%-ലധികം ഉദ്യോഗാർത്ഥികളെ ഏണസ്റ്റ് അക്കാഡമിക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് 1ാം 2ാം റാങ്ക് നേടുന്നതിനൊപ്പം തന്നെ റാങ്ക് ഹോൾഡേഴ്സിൽ ഏതാണ്ട് 30 മുതൽ 50% പെർസെൻറ്റേജ് ഓഫ് കാൻഡിഡേറ്റിനെ കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ അവർക്ക് ശിക്ഷണത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു മേഖലയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഈ ഉടൻ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റാങ്ക് ഉയരത്തിലെത്തിക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും 1 മുതൽ 10 വരെയുള്ള റാങ്കിനകത്ത് എത്തുക എന്നുള്ളതാണ്. കാത്തു നിൽക്കാതെ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. പ്രിപ്പറേഷൻ നന്നായിട്ട് തുടങ്ങുക. ഇത് റൈറ്റ് ടൈമാണ്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ജനുവരിയോടുകൂടി കഴിയും. അപ്പം നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷകൾ തുടങ്ങും. അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് PSCയിൽ വിജയം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ വെബിനാറിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് കഴിഞ്ഞു പോയ വെബിനാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഞങ്ങളൊരു വെബിനാർ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ നിങ്ങൾക്ക് അറിയാം, ധാരാളം ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം അറിഞ്ഞവർ ഇനിയും ഇതിനെപ്പറ്റി നേരിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയൊരു വെബിനാർ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൻ്റെ പങ്കെടുക്കണമെങ്കിലും നിങ്ങൾ ഈ ലിങ്കിൽ ഫില്ല് ചെയ്താൽ മതിയാവും. അതുവഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓർക്കുക, കഴിഞ്ഞുപോയ വെബിനാറിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും യൂട്യൂബിൽ. പുതുതായിട്ട് വരാൻ പോകുന്ന വെബിനാറാണ്. ആ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇത് MLT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, +2 സയൻസും MLTയും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ചൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത്തരത്തിലുള്ള തസ്തികകൾ വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ചാൻസിൽ തന്നെ കിട്ടുന്ന റാങ്കിൽ തന്നെ, അതായത് ജോലി കിട്ടുന്ന റാങ്കിൽ തന്നെ കയറുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ചേരുക. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.